പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിഖാൽ സ്റ്റെഹ്റ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരമായിട്ടൊരു കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് റൂമറുകൾ പുറത്തു വന്നിട്ടുണ്ട്. ക്ലബ്ബ് പുറത്താക്കിയതിനു ശേഷം കോച്ച് മിഖാൽ സ്റ്റെഹ്റ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. മഞ്ഞപ്പട നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. ഇന്ന് രാത്രി തന്നെ ഞാൻ കൊച്ചിയിൽ നിന്നും മടങ്ങും. എല്ലാവരെയും ഒരിക്കൽ കൂടി വിമാനത്താവളത്തിൽ നിന്ന് കാണാമെന്നും കോച്ച് പറഞ്ഞിരുന്നു. ഈ ഒരു സീസണിലെ തുടർച്ചയായുള്ള മോശം പ്രകടനം കാരണം കൊണ്ടാണ് സ്റ്റെഹ്റയെ പുറത്താക്കാനുള്ള കാരണം. സ്റ്റെഹ്റയുടെ കീഴിൽ 12 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 7 മത്സരങ്ങളിലും പരാജയപ്പെട്ടിരുന്നു. നല്ലൊരു സ്ക്വാഡ് സ്റ്റെഹ്റയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല റിസൾട്ട് ഉണ്ടായേക്കാമായിരുന്നു. ഈ ഒരു സീസണിലെ തകർച്ചയ്ക്ക് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തന്നെയാണ്. ഇനി പുതിയ കോച്ചിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഡസ് ബക്കിംഗം, ഇവാൻ യുക്കമാനോവിച്ച്, ജുവാൻ ഫെറാണ്ടോ എന്നീ കോച്ചുകളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ നിലവിൽ ലഭിച്ചിരിക്കുന്ന വാർത്ത അനുസരിച്ച് ഈ കോച്ചുകളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല. ഇവാൻ യുക്കമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല എന്ന് മാർക്കസ് മെർഗ്ലാവോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഡസ് ബക്കിംഗവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിലൊന്നുമില്ല. മാത്രമല്ല വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു കോച്ചിനെ സൈൻ ചെയ്തേക്കുമെന്ന് മാർക്കസ് മെർഗ്ലാവോ പറഞ്ഞിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് ആരാകുമെന്ന കാത്തിരിപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. പുതിയ കോച്ചിനെ മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ടീമിൽ നല്ല ഇന്ത്യൻ താരങ്ങളെയും കൊണ്ടുവരേണ്ടതുണ്ട്. ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചിനെ കൊണ്ടുവരികയാണെങ്കിൽ കൂടുതൽ ഗുണകരമാകും. പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.